नमस्ते बच्चों, बिनास कॉम्पिटेटिव मास्टरी की 10वीं कक्षा की क्लास में सबका स्वागत. കഴിഞ്ഞ ദിവസത്തെ ക്ലാസിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോണത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കവിത പഠിച്ചു, ധർമ്മവീർ ഭാരതിയുടെ. ഏതായിരുന്നു? ടൂട്ട പഹിയ പറഞ്ഞു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നന്നായി നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ ഇന്ന് അതിന്റെ പാഠഭാഗത്തെ വർക്കുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യമായിട്ട് നോക്കിക്കോ. പഠേ अपने पशु को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहस्ती आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहे. इन पंक्तियों के आशय लिखे. ഈ കൊടുത്തിരിക്കുന്ന വരികളുടെ പങ്ക്തി എന്ന് വെച്ചാൽ എന്താണ്? വരികൾ. ഈ കൊടുത്തിരിക്കുന്ന വരികളുടെ ആശയം ലിഖേ, ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ തുടക്കം തൊട്ടേ ഇതിന്റെ ആശയം തന്നെയാണ് മൊത്തം പറഞ്ഞു പോകുന്നത് അല്ലെ? എല്ലാവർക്കും അറിയാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരം നോക്കാം. ബഡേ ബഡേ വ്യക്തി महान योद्धा जानते हैं कि वह जिस ओर से लड़ रहे हैं वह अन्यायी है. എന്താണ് പറയുന്നേ? ബഡേ ബഡേ വ്യക്തി, വലിയ വലിയ ആൾക്കാര് മഹായോദ്ധ ജാൻതേ ഹെ കി, വലിയ യോദ്ധാക്കളാണെന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? വഹ് ജിസ് ഓർ സെ ലഡ് രഹേ ഹേ. ലഡ് രഹന വഴക്കുണ്ടാക്കുക, യുദ്ധം ചെയ്യുന്നു, മറ്റുള്ളവരുമായി എന്ത് ചെയ്യുന്നു? ഏറ്റ് മുട്ടുന്നു. വഹ് അന്യായി ഹേ. ഇതെന്താണ്? ഇത് വളരെ അന്യായമാണ്. അത് തങ്ങളുടെ കയ്യിൽ അധികാരമുണ്ടെന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കുന്നവരുടെ ഒക്കെ അടുത്ത് വഴക്കുണ്ടാക്കാൻ പോകില്ലേ? അതാണ് പറയുന്നത്. അന്യായമാണിത്. ഇത് അടുത്തത്, വേ अन्यायी शासक वर्ग अपनी शक्ति और अधिकार रूपी ब्रह्मास्त्र से निरायुध व्यक्ति को कुचल देना चाहे. ആദ്യത്തെ വരിയെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? വേ അന്യായി ശാസക, ഈ അന്യായികളായിട്ടുള്ള ഈ ശാസക വർഗ, ഭരണവർഗ എന്ത് ചെയ്യുന്നു? അപ്പനി ശക്തി और अधिकार रूपी ब्रह्मास्त्र से, തങ്ങളുടെ ശക്തിയും അധികാരമാവുന്ന ഈ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? നിരായുധ വ്യക്തിക്കോ കുചൽ ദേന ചാഹത്തെ ഹേ. നിരായുധ വ്യക്തി, ആയുധമില്ലാത്ത വ്യക്തി, അതായത് നിസ്സഹായനായ വ്യക്തിയെ എന്ത് ചെയ്യുന്നു? അവരെ ബ്രഹ്മാസ്ത്രം സെ കുചൽ ദേന ചാഹേ, തങ്ങളുടെ അധികാരമാകുന്ന ആ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ചവിട്ടി മെതിക്കുന്നു. ऐसे अवसर पर मैं रथ का टूटा हुआ पहिया मानव मूल्य बनकर निरायुध के हाथों में आ जाता हूँ और ब्रह्मास्त्रों से लोहा ले सकता हूँ. പിന്നെയോ ऐसे अवसर पर, ഈ അധികാരം ഉപയോഗിച്ച് താഴെക്കടയിലുള്ള പാവപ്പെട്ട ആൾക്കാരെ ഈ അധികാര വർഗങ്ങള് ഇങ്ങനെ അവരുടെ ആ പവർ ഉപയോഗിച്ച് ചവിട്ടി താഴ്ത്തുന്ന ഈ സമയത്ത്, ऐसे अवसर पर, ആ സമയത്ത് രഥ കാ ടൂട്ടാ ഹുവ പഹിയ, രഥത്തിന്റെ ഈ പൊട്ടിയ ചക്രം മാനവ മൂല്യ ബൻകർ നിരായുധ കെ ഹാത്തോ മേ ആ ജാതാ ഹേ, മാനുഷിക മൂല്യം ഉള്ള ഈ ചക്രം എന്താണ്? നിരായുധ കെ ഹാത്ത് മേ ആ ജാതാ ഹും, എന്ത് ചെയ്യുന്നു? നിരായുധരുടെ കൈകളിൽ എത്തിച്ചേരുകയും അവർ ബ്രഹ്മാസ്ത്രം സെ ലോഹാലെ സക്താഹും, ഇത് അവരുടെ അധികാരമാകുന്ന ബ്രഹ്മാസ്ത്രത്തെ പോലും ചെറുക്കാനുള്ള ഒരു ആയുധമായി തീർന്നേക്കാം ഈ പൊട്ടിയ ചക്രം. यह महारथी शोषक वर्ग का और ब्रह्मास्त्र शासक वर्ग के द्वारा शक्ति और अधिकार का दुरुपयोग का प्रतीक है. ഇവിടെ ഈ ബ്രഹ്മാസ്ത്രം എന്തിന്റെ പ്രതീകമാണ് എന്നൊക്കെയാണ് പറയുന്നത്. യഹി മഹാരഥി, ഇവിടെ പറയുന്ന മഹാരഥന്മാരെ നല്ല ആൾക്കാരാണ് കേട്ടോ. മഹാരഥന്മാരെ എന്തിന്റെ? ശോഷക വർഗക്ക, ചൂഷണം ചെയ്യപ്പെടുന്ന വർഗത്തിന്റെയും ബ്രഹ്മാസ്ത്ര ശാസക വർഗക്ക ദ്വാര, എന്താണ്? ബ്രഹ്മാസ്ത്ര എന്ന് പറയുന്നത് ഭരിക്കുന്ന ആൾക്കാരുടെ, ശാസക നമ്മളെ ഭരിക്കുന്ന ആൾക്കാരുടെ ശക്തി അവർ അധികാർക്ക ദുരുപയോഗക്ക പ്രതീക, അവരുടെ ശക്തിയുടെയും പിന്നെയോ അവരുടെ അധികാരത്തിന്റെ ദുരുപയോഗം ചെയ്യുന്നതിന്റെ പ്രതീകമാണ് ഇവിടെ ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത്. മഹാരഥി എന്തിന്റെ പ്രതീകമാണ്? ശോഷക വർഗക്ക പ്രതീക ഹേ, ചൂഷണം ചെയ്യപ്പെടുന്ന സാധാരണ ആൾക്കാരുടെ പ്രതീകമാണ് ഇവിടെ മഹാരഥി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, പഠേ तब में रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले
सकता हूँ। इन पंक्तियों में चर्चित पौराणिक संदर्भ वर्तमान परिवेश में कहाँ तक प्रासंगिक है? ഈ കൊടുത്തിരിക്കുന്ന വരികള് പൗരാണിക സന്ദർഭമാണ് അല്ലെ, പുരാണ ഒരു കഥയുമായി ആസ്പദമാക്കി ഈ സന്ദർഭം വർത്തമാൻ പരിവേശ് മേ കഹാം തക് പ്രാസംഗിക് ഹേ, ഇന്നത്തെ സന്ദർഭത്തിൽ എത്രത്തോളം യോജിച്ചതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടേ ഇരുന്നത്, അത് തന്നെയാണ് അല്ലെ. നോക്കിക്കോട്ടോ. शोषक वर्ग अपने अधिकार और शक्ति के ब्रह्मास्त्र से अकेले निरायुध व्यक्ति को असहाय आवास को कुचल देना चाहते हैं. ശോഷക വർഗ ചൂഷണം ചെയ്യുന്ന വർഗം, അതായത് അധികാര വർഗം എന്ത് ചെയ്യുന്നു? അപ്പനെ അധികാര അവർ ശക്തിക്ക് ബ്രഹ്മാസ്ത്ര സേ, അവരുടെ അധികാരവും ശക്തിയുമാകുന്ന ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് അക്കേലെ നിരായുധ വ്യക്തിക്ക്, നിരായുധനായിട്ടുള്ള തനിയെ ഉള്ള വ്യക്തി എന്ത് ചെയ്യുന്നു? അസഹായ ആവാസ്കോ കുജൽ ദേന ചാഹത്തെ, അവരുടെ ആ ദുർബലതയെ എന്ത് ചെയ്യുന്നു? ചവിട്ടിത്താഴ്ത്താനായിട്ട് ശ്രമിക്കുന്നു. अगर उसके शास्त्रहीन हाथों में रथ का पहिया आ जाए तो वह ब्रह्मास्त्रों से भी लड़ सकता है, उसका जमान पर सामना कर सकता है. എന്താ പറഞ്ഞിരിക്കുന്നേ? तब अगर उसके शास्त्रहीन हाथों में रथ का पहिया आ जाए तो, ഇവരുടെ ഈ ശാസ്ത്രഹീനമായ കൈകളില് നമ്മുടെ പഹിയ എത്തിച്ചേർന്നാൽ, പൊട്ടിയ ചക്രം എത്തിച്ചേർന്നാൽ എന്ത് ചെയ്യുന്നു? വഹു ബ്രഹ്മാസ്ത്രം സേ ഫി ലഡ് സക്താ ഹേ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ബ്രഹ്മാസ്ത്രത്തെ പോലും എതിർക്കാൻ ഈ പൊട്ടിയ ചക്രത്തിന് കഴിയും. ഇസ് കവിത में कवि ने वर्तमान सामाजिक स्थिति पर प्रकाश डाला है. इस कविता में, ഈ കവിതയില് വർത്തമാൻ സാമാജിക സ്ഥിതി पर प्रकाश डाला, വർത്തമാൻ ഇന്നത്തെ സന്ദർഭവുമായി അനുയോജ്യപ്പെടുത്തിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കിയേ. इस युग में मानव मूल्य टूटे पहिए की समान है. इस युग में, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മാനവ മൂല്യം, മനുഷ്യരുടെ മൂല്യം എന്തിനു തുല്യാണ്? ടൂട്ടെ പഹിയെ, പൊട്ടിയ ചക്രത്തിന് തുല്യമാണ്. വർത്തമാൻ പരിസ്ഥിതിമേ, ഈ വർത്തമാന സന്ദർഭത്തില് ശോഷക വർഗ രൂപി മഹാരഥി शोषण की व्यवस्था रूपी चक्रव्यूह रचकर असहाय जनता का शोषण कर रहा है. എന്ത് ചെയ്യുന്നു ഈ അധികാര വർഗം? വർത്തമാൻ പരിധി ശോഷക വർഗരൂപി മഹാരഥി ശോഷൺ കി വ്യവസ്ഥ, ചൂഷണമാകുന്ന ചക്രവ്യൂഹ രചകർ, ചൂഷണമാകുന്ന ഈ ചക്രവ്യൂഹം ഉണ്ടാക്കി എന്ത് ചെയ്യുന്നു? അസഹായ ജനതാക്കോ, നിസ്സഹായരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ശോഷൺ കർ രഹാ ഹേ, എന്ത് ചെയ്യുന്നു? ചൂഷണം ചെയ്യുന്നു. लास्ट करनोंड पढ़े। इतिहासों की सामूहिक गति सा छूटी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रय ले। इन पंक्तियों से कवि क्या बताना चाहते हैं? കൊടുത്തിരിക്കുന്ന വരികളുടെ അർത്ഥം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് അല്ലേ? അപ്പൊ ചോദിച്ചിരിക്കുന്നതാണ് ഈ പങ്ക്തിയോं से कवि क्या बताना चाहते हैं? ഈ വരികളിലൂടെ കവി നമ്മളോട് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത്? इन पंक्तियों में कवि यह बताना चाहते हैं कि मानव का हिंसा से भरा रक्त रंजित इतिहास मूल्य को अधिक समय तक हिंसा से दूर नहीं रख पाता. എന്താ ഇവിടെ പറഞ്ഞിരിക്കുക? इन पंक्तियों में ഈ വരികളില് കവി ഇപ്പൊ ബതാന ചാഹത്താ ഹേ കി, കവി ഇത് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താ പറയുന്നേ? മാനവിക ഹിംസസേ ഭര, എന്താണ് മനുഷ്യന്റെ ഹിംസകൾ കൊണ്ട് നിറഞ്ഞ ഈ രക്തരഞ്ജിതമായിട്ടുള്ള ഇതിഹാസത്തിൽ മനുഷ്യക്കോ അധിക സമയത്ത് ഹിംസസേ ദൂർ നഹി രഹ പാത, ഹിംസയിൽ നിന്ന് ഒരുപാട് ദൂരം മാറി നിൽക്കാൻ നമ്മുടെ മനുഷ്യന് സാധിക്കില്ല. सच्चाई की हार होती है और फिर सत्य की स्थापना के लिए युद्ध होता है. ഇങ്ങനെയുള്ള ഈ അവസരങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? സച്ചായി की हार होती है. സച്ചായി, സത്യത്തിന് എന്ത് സംഭവിക്കുന്നു? ഇവിടെ हार होती है, സത്യം ഇവിടെ തോൽക്കുന്നു. പിന്നെയോ സത്യ की स्थापना के लिए युद्ध होता है, സത്യം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് യുദ്ധ होता है. നമുക്കിവിടെ എന്ത് ചെയ്യേണ്ടി വരുന്നു? നമുക്ക് യുദ്ധം ചെയ്യേണ്ടി വരുന്നു. എല്ലാവർക്കും മനസ്സിലായോ?
ഇനി ഒരു പോർഷൻ കൂടി ഉണ്ട്. आज के सामाजिक परिवेश में अभिमन्यु और टूटा पहिया किन किन के प्रतीक है? പേജിലൊരു ബോക്സിൽ കൊടുത്തിട്ടില്ലേ, അഭിമന്യു എന്തിന്റെ പ്രതീകമാണ്, ടൂട്ടാ പഹിയ എന്തിന്റെ പ്രതീകമാണെന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് അഭിമന്യുവിന്റെ ബോക്സ് നോക്കാം. അഭിമന്യു എന്തിന്റെയൊക്കെ പ്രതീകമാണ് നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ? സാധാരണ ജനത, സാധാരണക്കാരായ നിസ്സഹായരായ നമ്മളെ പോലെയുള്ള ജനങ്ങളുടെ പ്രതീകമാണ് അഭിമന്യു. പിന്നെയോ സാഹസി, ഭയങ്കര സാഹസത്തിന്റെ ആളാണ് അല്ലെ അഭിമന്യു, അല്ലെ? ചക്രവ്യൂഹത്തിന്റെ ഉള്ളിലൊക്കെ കടന്നു കയറി യുദ്ധം ചെയ്ത ആളല്ലേ, അപ്പൊ സാഹസിയുടെ ഒരു പ്രതീകമാണ്. പിന്നെയോ വീരന്റെ പ്രതീകമാണ്. പിന്നെയോ ന്യായ മിത്ര, സത്യത്തിന് വേണ്ടിട്ട് ന്യായത്തിന് വേണ്ടി പോരാടുന്ന നല്ല ഒരു സുഹൃത്തിന്റെ പ്രതീകവും ആണ്. ടൂട്ടാ പഹി എന്തിന്റെയൊക്കെ പ്രതീകമാണ്? മാനുഷിക മൂല്യം വെച്ചാൽ മനുഷ്യന്റെ മനുഷ്യ മൂല്യത്തിന്റെ പ്രതീകമാണ്. ഉപേക്ഷിത ലഘു മാനവ്, ഉപേക്ഷിക്കപ്പെട്ട സാധാരണക്കാരനായ ഒരു ലഘു മാനവ് കാ പ്രതീക് ഹെ. ശക്തി കാ പ്രതീക് ഹെ ഫിർ സഹാര. ഇതാണ് ടൂട്ടാ പഹിയെ കുറിച്ച് എന്തൊക്കെയൊക്കെ പ്രതീകമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായോ? ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിനു മുമ്പ് 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. ടൂട്ടാ പഹിയ കിസ്കി കവിത ഹേ? ഈ ടൂട്ടാ പഹിയ എന്ന് പറയുന്ന കവിത ആരെഴുതിയതാണ്? അതൊക്കെ നിങ്ങൾ നോട്ട്സിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ടൂട്ടാ പഹിയ കിസ്കി കവിത ഹേ? ധർമ്മവീർ ഭാരതി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ടൂട്ടാ പഹിയ കിസ്കാ പ്രതീക് ഹേ? ടൂട്ടാ പഹിയ എന്തിന്റെ പ്രതീകാണ്? നമ്മളിപ്പോ പറഞ്ഞല്ലോ. മാനുഷിക മൂലിക പ്രതീക് ഹേ. മനുഷ്യരുടെ മൂല്യത്തിന്റെ പ്രതീകമാണ്, മാനുഷിക മൂല്യത്തിന്റെ പ്രതീകമാണ്. പിന്നെയോ ചക്രവ്യൂഹ സെ ക്യാ താല്പര്യ ഹേ? ചക്രവ്യൂഹം എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവൻ കി വിഷമതായെ, ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ കഷ്ടപ്പാടുകൾ, നമ്മൾ ഓരോ സർവൈവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളില്ലേ, അതിനെയാണ് ഇവിടെ ചക്രവ്യൂഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഭിമന്യു കിസ്കാ പ്രതിനിധിത്വ കർത്താ ഹേ? ഇവിടെ അഭിമന്യു എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ശോഷൺ സെ പീഡിത് സാമാന്യ ജനതാക്ക. എന്താണ്? ചൂഷണത്തിന് വിധേയരാകുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതീകമാണ് അഭിമന്യു. അപ്പൊ ഇന്നത്തെ പാഠം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നോട്ട്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ സംശയങ്ങളൊക്കെ ചോദിക്കാനും സംശയങ്ങളും പറഞ്ഞുതരും. നോട്ട്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനോടൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് പറയണം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.